എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് മീൻ മുളകിട്ടതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കിളിമീനാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കിളിമീൻ എന്നാണ് ഇതിന് പറയുക. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കുമല്ലേ പറയുക. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് കുടംപുളിയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് വെളുത്തുള്ളി ഞാൻ ചതയ്ക്കാതെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളകാണ്. പിന്നെ കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പിലയും പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് വളരെ കുറച്ചൊരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പം നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതാണ്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനും അടി പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, ചതയ്ക്കാതെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി മീനിൽ വെന്ത് ലാസ്റ്റ് വന്ന് കഴിയുമ്പം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കറി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്തോളൂ നിങ്ങൾ. അതിനുശേഷം ഒരു പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പച്ചമുളകാണ്. പിന്നെ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ, ടേസ്റ്റൊക്കെ ഒന്നുകൂടെ കൂടും. അതിനുശേഷം ചേർത്ത് കൊടുത്തത് നമ്മുടെ ചുമന്നുള്ളിയാണ്. അപ്പോൾ ഞാനൊരു 15 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം കുറച്ച് വലിയ ഉള്ളികൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചുമന്നുള്ളി ഒരുപാടൊന്നും ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവണം, എങ്കിലാണ് നമ്മുടെ ആ മീൻ കറിയിലേക്ക് ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഈ മീൻ മുളകിട്ട് വെക്കുമ്പം വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ നല്ലോണം വേണമല്ലേ. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ആ ഉള്ളി ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ചേർത്ത് കൊടുത്തത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 1.25 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും എരിവിന് ആവശ്യമുള്ളത് ചേർത്തോളൂ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടിക്ക് നല്ല കളറുള്ളത് കൊണ്ടാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്തോളൂ കേട്ടോ. ചില മുളക് പൊടിക്കൊന്നും അത്ര കളർ ഉണ്ടാവില്ല, പക്ഷേ മീൻ മുളകിട്ട് വെക്കുമ്പം നല്ലൊരു കളറും കൂടി കിട്ടണം നമ്മുടെ ഈ കറിക്കല്ലേ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ആവശ്യത്തിന്. തീ നന്നായിട്ട് കുറച്ച് വെക്കണേ, കാരണം മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് നമ്മൾ ഈ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോഴല്ലേ. അപ്പോൾ തീ കുറച്ച് വെക്കണം. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയൊക്കെ നമ്മൾക്ക് ഈ മീൻകറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ മീൻകറി വയ്ക്കുമ്പം അത്യാവശ്യം കുറച്ച് എരിവൊക്കെ വേണം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് എരിവ് കൂട്ടുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, കാരണം ചൂടുകാലമൊക്കെ കുറഞ്ഞില്ലേ നമുക്ക്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണ് കേട്ടോ. അപ്പം ഞാൻ വയ്ക്കുന്നത് ഇങ്ങനെയാണ്. കുറച്ച് കുടംപുളിയും അതിന് നമ്മൾ കുടംപുളി ഒന്ന് കുതിരാനായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും. അതിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുളക് ചാറ് വെക്കുമ്പം നന്നായിട്ട് ഇതിൻ്റെ ഗ്രേവി നല്ല കുറുകിയിരിക്കും. ഇതുപോലെ ഈ കുടംപുളി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുത്താൽ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് അത്രയും മതി കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ചാറൊക്കെ ആവശ്യമുള്ളവർ അതനുസരിച്ച് വെള്ളം ചേർത്തോളൂ. ഞാൻ ഇപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് ഇതിന്. നേരത്തെ കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 6 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇത്രയും തിളച്ച് വരണം. ഇനി മീൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏത് മീനിലും നമുക്ക് ഈ മീൻ കറി തയ്യാറാക്കാം കേട്ടോ. കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണല്ലേ ഈ കറി. നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന കറി കൂട്ടിയിട്ടൊന്നും അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. ഇങ്ങനത്തെ കറിയിലാണ് കപ്പ കഴിക്കാനായിട്ട് ടേസ്റ്റ്. അതിനുശേഷം ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളത്തിലൊന്നും അല്ല കേട്ടോ തയ്യാറാക്കുന്നത്, ശരിക്കും പറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്കിതൊന്ന് അടച്ചു വയ്ക്കുക. ഇനി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് തുറന്നു നോക്കിയിട്ട് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മീൻകറി കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് വരിക നമ്മൾ തലേ ദിവസം വെച്ചിട്ട് അത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണല്ലേ. അപ്പോഴേക്കും നന്നായിട്ട് ആ മീനിലേക്കൊക്കെ ആ എരിവും പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ, മീൻകറി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് വറുത്തിടുന്നുണ്ട്. അതായത് കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇതിനകത്തേക്ക് ഒന്ന് മൂപ്പിച്ചിടും. അപ്പോൾ ഒന്നും കൂടി ഈ കറിക്ക് ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറിയുള്ളിയൊന്നും വേണ്ട. ഞാനിപ്പോൾ ഒരു 4 ചെറിയുള്ളി എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ടൊന്ന് വട്ടത്തിലരിഞ്ഞിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവപ്പൊടി ഉണ്ടല്ലോ, അത് ആദ്യം നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് സ്വല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മുടെ ഈ കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയും കൂടി ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്